ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. An electron and a proton enter with the same momentum p in a magnetic field B such that p perpendicular to B. Then both describe a circular path of the same radius. നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരം വരച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പോവാണേ. യൂണിഫോം ആണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ഇതിൽ പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്തു. അതെങ്ങനെയാണ് പെർപെൻഡിക്കുലർ? ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ അല്ല, ആദ്യം തന്നെ പ്രോട്ടോൺ ആയിക്കോട്ടെ അല്ലേ. ആദ്യം തന്നെ ഒരു പ്രോട്ടോൺ വരാണ്, ഇതിലോട്ട് എൻ്റർ ചെയ്യാണ് വിത്ത് എ മൊമെൻറ്റം പി. പി എന്ന് പറഞ്ഞൊരു മൊമെൻറ്റത്തിൽ പ്രോട്ടോൺ എൻ്റർ ചെയ്യുന്നു. പ്രോട്ടോൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി അല്ലേ. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റിയാണ്. മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ തന്നെയാണ്. കാരണം പി = എം × വി ആണല്ലോ. അപ്പോൾ വിയുടെ അതേ ഡയറക്ഷൻ തന്നെയാണ് മൊമെൻറ്റം. ഇവിടെ പി പെർപെൻഡിക്കുലർ ടു ബി എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ശരിയല്ലേ? അതെ. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു സർക്കുലർ മോഷനിലാണ് അത് കറങ്ങുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു അത് അല്ലേ. സർക്കുലർ മോഷനിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എൻ്റർ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ ആ പ്രോട്ടോൺ നേരെ പോകുന്നതിന് പകരം അവിടെ സർക്കുലർ മോഷനിൽ കിടന്ന് കറങ്ങും. അതിനെന്തോ ഒരു റേഡിയസ് കാണും. ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെ തന്നെ ഇലക്ട്രോണും എൻ്റർ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇതേപോലെ ഇലക്ട്രോണും ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇത് ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കണം കേട്ടോ. ഇലക്ട്രോണും ഇതേ മൊമെൻറ്റത്തിൽ തന്നെയാണ്. വായിച്ചു നോക്കി. ദേ ഹാവ് സെയിം മൊമെൻറ്റം. പ്രോട്ടോൺ വന്ന അതേ മൊമെൻറ്റത്തിൽ തന്നെയാണ് ഇലക്ട്രോണും വരുന്നത്. അപ്പോൾ അതേ ഡയറക്ഷനാണ് ഇവിടെയും വരുന്നത്. സെയിം മൊമെൻറ്റം ആണ്. അപ്പോഴും പെർപെൻഡിക്കുലർ ആണല്ലോ. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതും ഒരു സർക്കുലർ മോഷനാണ്. ഡയറക്ഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ രണ്ടിനും ഒരേ റേഡിയസ് ആണെന്നാണ് അസർഷൻ ഈ പറയുന്നത് അല്ലേ. നമുക്ക് നോക്കാം ശരിയാവുണ്ടോയെന്ന്. നമുക്കറിയാം റേഡിയസ് കാണാനുള്ള ഫോർമുല എന്താണ്. ഇവിടെ റേഡിയസ് ഉണ്ട്, ഇവിടെയും റേഡിയസ് ഉണ്ട് ആണല്ലോ. റേഡിയസ് കാണാനുള്ള ഫോർമുല എന്താണെന്ന് പറഞ്ഞ്, റേഡിയസ് കാണാനുള്ള ഫോർമുല mv/qb ആണ്. mv/qb ആണല്ലോ അല്ലേ. അതിൽ mv എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം, മാസിൻ്റെ വെലോസിറ്റി മൊമെൻറ്റം ആണല്ലോ. mv എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റമാണ്. പി എന്ന് ഡിനോട്ട് ചെയ്തോട്ടെ /qb. ഈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും സെയിം ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും ഒരേ ചാർജാണ്. പ്രോട്ടോണിനും ഇലക്ട്രോണിനും ഒരേ ചാർജാണ്. സൈൻ മാത്രമേ മാറുന്നുള്ളൂ. ഇവിടെ ഞാൻ സൈനൊന്നും നോക്കുന്നില്ല. റേഡിയസ് കാണാൻ സൈൻ വേണ്ട. അപ്പോൾ പി എന്ന് പറഞ്ഞ ആൾ രണ്ടിനും സെയിം ആണ്. ക്യൂ എന്ന് പറഞ്ഞ ചാർജ് രണ്ടിനും സെയിം ആണ്. ബിയും രണ്ടിനും സെയിം ആണ്. കാരണം രണ്ടും ഒരേ മാഗ്നറ്റിക് ഫീൽഡിലാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോർമുല പ്രകാരം R രണ്ടിനും സെയിം ആണ്. പ്രോട്ടോണിൻ്റെ p/qb തന്നെയാണ് ഇലക്ട്രോണിൻ്റെ p/qb. അപ്പോൾ രണ്ടിനും സെയിം റേഡിയസ് ആണ്. സെയിം റേഡിയസ് ആയതുകൊണ്ട് അസർഷൻ A കറക്റ്റാണ്. A ഈസ് ട്രൂ. അസർഷൻ കറക്റ്റാണ്. അവർ പറഞ്ഞിരിക്കുന്നത് തന്നെയാണല്ലോ, സെയിം റേഡിയസ് അല്ലേ. റീസൺ വായിച്ചു നോക്കാം. The radius of the circular path described by the charged particle moving in a magnetic field B is R = mv/qb. നമുക്കറിയാവുന്ന റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ആറും കറക്റ്റാണ്. R ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ A. കാരണം ഈ ഫോർമുല ഉപയോഗിച്ചിട്ടല്ലേ ഞാൻ A കറക്റ്റാണെന്ന് പറഞ്ഞത്. അപ്പോൾ R ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ A. അതും കൂടി നമുക്ക് പറയാൻ പറ്റും. R ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ A. ഈ അസർഷൻ റീസൺ പ്രോബ്ലം അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ.